അൻവർ കോൺഗ്രസുമായും സഹകരിച്ച് പ്രവർത്തിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. കന്റോൺമെന്റ് ഹൗസിൽ നടന്ന ചർച്ചയിലാണ് ഇപ്പോൾ PV അൻവർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് VD സതീശനും K സുധാകരനും രമേശ് ചെന്നിത്തലയും ഉണ്ടായിരുന്നു. അൻവറിനൊപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ 4 കോഓർഡിനേറ്റർമാരും പങ്കെടുത്തു. എന്നാൽ PV അൻവറിന്റെ UDF പ്രവേശനം സംബന്ധിച്ച് അന്തിമ തീരുമാനം ചർച്ചയിലായിട്ടില്ല. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ്, തദ്ദേശ തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്നീ കാര്യങ്ങളാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. സഹകരിക്കുമെന്ന് അൻവറും സംഘവും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സഹകരണം ഏത് രീതിയിൽ വേണമെന്നത് സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ അൻവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കോൺഗ്രസും UDFനും ചർച്ച ചെയ്ത ശേഷം നിലപാട് അറിയിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നത്. PV അൻവർ ഒരു ഉപാധി മുന്നോട്ട് വെച്ചിട്ടില്ലെന്നാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ വ്യക്തമാക്കുന്നത്. ചർച്ചയിൽ സംതൃപ്തിയുണ്ടെന്ന് അൻവർ പ്രതികരിക്കുകയും ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് വിട്ട് UDFൽ പോകില്ലെന്നും പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിന് എല്ലാ ജില്ലകളിലും കമ്മിറ്റികൾ നിലവിൽ വന്നുവെന്നും CPM ഭരണം ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും അൻവർ കൂട്ടിച്ചേർത്തു. PV അൻവറുമായി വിശദമായി സംസാരിച്ചു. അദ്ദേഹം കോൺഗ്രസുമായും UDFുമായും സഹകരിച്ചു നിൽക്കും. അത് സംബന്ധിച്ച് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ തങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നും ആ നിർദ്ദേശങ്ങൾ കോൺഗ്രസിലും UDFിലും ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് അദ്ദേഹത്തെ അറിയിക്കും. ഒപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ സഹകരണം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ UDF ഘടക കക്ഷികളുമായും ചർച്ച ചെയ്ത ശേഷമേ മുന്നണി പ്രവേശനം സംബന്ധിച്ച് തീരുമാനം എടുക്കുകയുള്ളൂവെന്നും കോൺഗ്രസും UDFും പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും PV അൻവർ പരിപൂർണ പിന്തുണ നൽകും. അദ്ദേഹവുമായി സഹകരിച്ച് പ്രവർത്തിക്കും. കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം ഘടക കക്ഷികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന രീതി UDFിനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 9 വർഷം നിലമ്പൂരിൽ MLA ആയിരുന്ന അൻവറിന്റെ പിന്തുണ UDFിന് ഗുണം ചെയ്യുമെന്നും സതീശൻ പറഞ്ഞു. എല്ലാം മതപരമാക്കരുത്, എന്ത് വിഷയം ഉണ്ടായാലും മതപരമാക്കാനാണ് ശ്രമിക്കുന്നത്. കാശ്മീർ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ഭീകര സംഘടനയാണോ ഇന്ത്യയിലെ തന്നെ സംഘടനയാണോ എന്ന് അന്വേഷണം നടത്തി കേന്ദ്ര സർക്കാരാണ് പറയേണ്ടത്. അതിനു മുൻപ് ചർച്ച നടത്തി ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കേണ്ട കാര്യമില്ല എന്നും ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവർ ആക്രമണം നടത്തിയാൽ ആ മതവിഭാഗം മുഴുവൻ ഭീകരവാദികളാണെന്ന് പറയുന്നത് ശരിയല്ല. ഗുജറാത്തിൽ കലാപം നടത്തിയതിന്റെ പേരിൽ ഹൈന്ദവരെല്ലാം ഭീകര സംഘടനയാണെന്ന് പറയാൻ സാധിക്കുമോ എന്നും പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയതയാണ് എല്ലായിടത്തും ഉള്ളതെന്നും കൂടാതെ പിണറായിസവും ആശാ വർക്കർമാരുടെ സമരവുമാകും നിലമ്പൂരിൽ ആദ്യം ചർച്ചയാകുകയെന്നും അൻവർ കൂട്ടിച്ചേർത്തു.